കാലത്ത് ചിന്തയ്ക്കായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8:20 വായിക്കുന്നു. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ, അതിന്റെ 21-ാമത്തെ വാക്യം, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്ത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ദൈവത്തിന് വേണ്ടി ഹോമയാഗം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു യാഗപീഠം പണിത നോഹയെ കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രയർ ആൽട്ടറിനെ കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. സ്തോത്രം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന കഥാവിന്റെ ആത്മാവ് അതിൻ്റെ ഒരു നിയോഗം തന്നതുകൊണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ അതൊരു ബ്ലെസ്സിങ് ആകുമെന്ന്, ഈവൻ ഈ പറയുന്ന എൻ്റെ ലൈഫിലും അതൊരു ബ്ലെസ്സിങ് ആകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞതിനെ ഒബേ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വചനവുമായിട്ട് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഒന്നാമത്തെ പോയിന്റ് അതായിരുന്നു. വേർ വി ഷുഡ് ഫോക്കസ്. പത്രോസിന്റെ ഫോക്കസ് തെറ്റിയപ്പോൾ ദൈവത്തിന്റെ പ്രസാദമായില്ല എന്ന് നമ്മളോട് കാണാനിടയായി തീർന്നു. അപ്പൊ നമ്മുടെ ഫോക്കസ് എപ്പോഴും ഒരു പ്രേയർ ആൾട്ടർ ബിൽഡ് ചെയ്യുമ്പോൾ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. നമ്മൾ ചിന്തിക്കാൻ പോകുന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ പ്രാർത്ഥനയുടെ അൾത്താരകൾ അല്ലെങ്കിൽ ബലിപീഠങ്ങൾ നമ്മൾ പണിതുയർത്തുമ്പോൾ സ്തോത്രം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് പകൽക്കാലം ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുക. നമുക്കറിയാം, ഈ ആൾട്ടർ എന്ന് പറയുന്നത്, ഈ ബലിപീഠം അല്ലെങ്കിൽ അൾത്താര എന്നൊക്കെ പറയാം, ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിസിക്കൽ റെലവും സ്പിരിച്വൽ റെലവും തമ്മിലുള്ള ഒരു മീറ്റപ്പ് പോയിന്റ് ആണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് തമ്മിൽ ചേരുന്ന, അല്ലെങ്കിൽ ആ രണ്ട് റെലംസ് തമ്മിൽ ഒന്നിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. സ്തോത്രം. നമ്മളുടെ മനുഷ്യവികാരങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളും എല്ലാറ്റിനെയും ദൈവസനെ കൊണ്ടുപോയിട്ട് നമ്മൾ അടിയറവ് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സത്യത്തിൽ ഈ ആൾട്ടറിൽ സംഭവിക്കുന്നത്. അവിടെ ഡിവൈൻ ആയിട്ട് നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യപ്പെടുക ചെയ്യുന്നത്. ദൈവിക ആ ഒരു പ്രസൻസിലോട്ട് നമ്മൾ കയറുന്ന ഒരു ഇടമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് താല്പര്യമുള്ള 2 ദിവസങ്ങൾ കർത്താവിന്റെ ആത്മാവ് നയിക്കുന്ന പോലെ തുറന്നും അത് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. സ്തോത്രം. അപ്പം ഇവിടെ നമുക്കറിയാം, ഈ യാഗപീഠം ഉണ്ടാക്കുമ്പോൾ സ്തോത്രം, അല്ലെങ്കിൽ യാഗപീഠത്തെ നാം ആയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ സ്തോത്രം, നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളത് പോലെ ശത്രുവാകുന്ന സാത്താൻ ദൈവിക സ്പിരിച്വൽ വേൾഡിലുള്ള സകല കാര്യത്തെയും കോപ്പി ചെയ്യുന്നൊരു അനുഭവമുണ്ട്. സ്തോത്രം. അപ്പോൾ തന്നെ അതിനെ മിമിക്ക് ചെയ്തുകൊണ്ട് അതുപോലെയുള്ള യാഗപീഠങ്ങളെ പണിയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവിക കാര്യങ്ങളെ പോലെയുള്ള കാര്യങ്ങളെല്ലാം മിമിക്ക് ചെയ്തുകൊണ്ട്, കോപ്പി ചെയ്തുകൊണ്ട് ശത്രു ഉയർത്തുന്ന യാഗപീഠങ്ങളെ സ്തോത്രം വിവിധ രീതികളിൽ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ ലോകമെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം കെയർഫുൾ ആയിട്ട് നമ്മളൊരു യാഗപീഠം പണിയണം എന്നതിന്റെ ആവശ്യമില്ല. കാരണം ഇത് അതിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ വളരെയധികം ദൂരമൊന്നുമില്ല. നമ്മളുടെ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡുകൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ ഒരു ഫോൾട്ടി ആയിട്ടുള്ള ഒരു ആൾട്ടറിന്റെ നിർമ്മിതിക്കും കാരണമാകാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തെറ്റായ അല്ലെങ്കിൽ ശത്രുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ആൾട്ടർ പണിയുന്നതിനും ഹല്ലേലൂയ അധിക ദൂരമൊന്നുമില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺസിക്രേഷൻ എന്ന് പറയുന്ന, അല്ലെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധി, ഇവിടെ നോഹ എടുത്ത മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞു, ശുദ്ധിയുള്ള മൃഗങ്ങൾ. സ്തോത്രം. അതെടുത്തിട്ട് ഹോമയാഗം പണിത് കഥാദാസൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച്, ഈ ഹോമയാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയാണ്, അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്ന്. സ്തോത്രം. ഹോമയാഗം ഒരിക്കലും അത് കെട്ടുപോകുന്നില്ല, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ബോഡി ഒരു ഹോമയാഗമായിട്ട് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ, അല്ലെങ്കിൽ ദൈവാത്മാവൻ നിറഞ്ഞ് ജ്വലിച്ചു നിൽക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിക്കാനിടയായി. സ്തോത്രം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് സ്തോത്രം, ശുദ്ധി അല്ലെങ്കിൽ കോൺസിക്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അപ്പോൾ തന്നെ ദൈവിക നിയോഗങ്ങളുടെ കൈമാറ്റങ്ങൾ നടക്കുന്ന സ്ഥലമാണ്.
ദൈവിക ഇടപെടലുകളുടെ കൈമാറ്റം നടക്കുന്ന സഡൻ ആയിട്ടുള്ള ദൈവിക ഇടപെടലുകൾ, ആൻസറുകൾ വെളിപ്പെടുന്ന സ്ഥലമാണ്. അത് റൂട്ടീനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. അല്ല, ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എവറി ഡേ നമുക്കൊരു പക്ഷേ ദൈവശബ്ദം കേട്ടില്ലെങ്കിലും, പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ച് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും, സ്തോത്രം, എവറി ഡേ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആൾട്ടറിലുള്ള നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. ഹാല. ഇപ്പൊ ഇവിടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 അല്ലെ 23 വരെയുള്ള മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് നാം കയറുന്നതിന് മുൻപ് നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യം, നമ്മുടെ മൈൻഡിനെ ശുദ്ധീകരിക്കേണ്ട, നമ്മുടെ ഹൃദയത്തെ ആഴത്ത് ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹാലലു. വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് അവിടെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹാലലു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയും, 23 വിട്ട്, എന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ല പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒരു വിപരീത ഫലം പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്നത് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് സിമ്പിളായിട്ട് തോന്നാവുന്ന കാര്യം, പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു താക്കീത് പോലെ, ഒരു വാണിംഗ് പോലെ അവിടെ പറയുന്ന കാര്യമാണ് അവിടെ. സ്തോത്രം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, സ്തോത്രം, ഡയറക്റ്റ് കർത്താവിലോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടണമെങ്കിൽ ആന്തരികമായ ഇങ്ങനെയുള്ള വിശുദ്ധികൾ നമ്മൾ ആചരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഈ ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ആർക്കും ആൾട്ടർ പണിയാൻ പറ്റും. ഹാലലുയ. ദൈവവിശ്വാസിയാകണമെന്നില്ല, ഏത് മനുഷ്യനും ആൾട്ടർ പണിയാനായിട്ട് പറ്റും. ഹാലയെ നമുക്ക് നോക്കിക്കാണാം. അവിശ്വാസികളെല്ലാം ഭവനങ്ങളിൽ ഇതുപോലെയുള്ള ആൾട്ടറുകൾ ഹാലല് ഉണ്ടെന്നുള്ളത് നമ്മളെല്ലാം പലരും കണ്ടിട്ടുള്ളത്. സ്തോത്രം. അവിടെയെല്ലാം ഇറങ്ങി വരുന്ന ശക്തികളുമുണ്ട്. പക്ഷേ ഒരു ഡിവൈൻ കണക്ഷൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, സ്തോത്രം, കോൺസിക്രേഷൻ. ഹാലലുയ. ദൈവം ശുദ്ധിയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയ ശുദ്ധി, ആന്തരികമായ ശുദ്ധി, പുറമെ ഉള്ളതോടൊപ്പം തന്നെ ആന്തരികമായ ആ ഒരു ശുദ്ധിയും സമർപ്പണവും നമ്മളുടെ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നു. നോഹയുടെ യാഗപീഠത്തിൽ അവിടെ കർത്താവിന്റെ അതിന്റെ മണം കേട്ടിട്ട്, അല്ലെങ്കിൽ ആ മണം ആസ്വദിച്ച് സ്വർഗം ഇറങ്ങി വന്നു. അതിന്റെ സൗരഭ്യവാസനയായിട്ട് യാഗമായിട്ടായിരിക്കാം നോഹ പണിത യാഗപീഠം മേലോട്ട് അല്ലെങ്കിൽ അതിലെ ആ ഒരു ഇൻസെൻസിനെ ദൈവത്തിന് കിട്ടിയതെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവം അപ്പോൾ തന്നെ അവിടെ റിയാക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുക്കുന്ന ആൾട്ടറുകളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുക്കുന്ന ആൾട്ടറുകളിൽ നിന്ന് ഉയരുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ, സ്തോത്രം, അതിന് നന്നായി അറിയുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവം പറയുന്ന പ്രകാരം സിസ്റ്റമാറ്റിക്കായിട്ട് നാം കാര്യങ്ങളെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സാന്നിധ്യം ഇറങ്ങുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ തീ അവിടെ ഇറക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്നുള്ള മറുപടികളെ പരിശുദ്ധാത്മാവ് നൽകി തരുമെന്ന് ഈ വചനഭാഗത്തിലൂടെ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുക. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം ആൽട്ടറിൽ പോകുമ്പോൾ, സ്തോത്രം, ഹാലലുയ, പല ഇഷ്യൂസ് ആയിട്ടോ പ്രോബ്ലംസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള പിണക്കങ്ങളായിട്ടോ ഒന്നും നമ്മൾക്ക് പോകാൻ വ്യവസ്ഥയില്ല. മറിച്ച്, സ്തോത്രം, ഹാലല്, അതിനെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ട് ദൈവത്തിന് ശുദ്ധ മനസ്സാക്ഷിയോടെ, സ്തോത്രം, ഹാലല്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ നന്നായി അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലോട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണത്തോടെ ഹല്ലേലൂയ ദൈവസനയിൽ പോയി പ്രാർത്ഥനയ്ക്കിരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവസനയിൽ പോയി നമ്മുടെ ഹൃദയങ്ങളെ പകരുവാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ കർത്താവിന് മറുപടി തരാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ സ്വർഗം ഇറങ്ങി വരാതിരിക്കത്തില്ല. സ്തോത്രം. നമുക്കറിയാം, പ്രയർ എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ചുമ്മാ നമുക്ക് മറുപടി തരുന്ന ഒരു സാഹചര്യമല്ല. വ്യവസ്ഥയ്ക്കനുസരിച്ച് പലപ്പോഴും കർത്താവേ എൻ്റെ അവസ്ഥ കണ്ട് ഇറങ്ങി വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവം പലപ്പോഴും അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല, വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നാം വിശ്വസിക്കണം. നമ്മൾ ദൈവം പറഞ്ഞ ഏറ്റവും ചെറിയ കാര്യങ്ങളെ പോലും സെൻസിറ്റീവായിട്ട് നമ്മൾ ഒബേ ചെയ്യുമ്പോൾ, പലരോടും പേഴ്സണലായിട്ട് പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളായിരിക്കാം ആവശ്യപ്പെടുന്നത്. എല്ലാവരോടും ഒരു കാര്യമല്ല പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത്. സ്തോത്രം. അത് നമ്മൾ അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു ഇന്റിമസിയിലോട്ട് നമ്മൾ കയറുമ്പോൾ മാത്രമേ കർത്താവ് എന്നോട് എന്താ പേഴ്സണലായിട്ട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഏത് ഭാഗം ക്രമീകരിക്കാനുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ആ ഒരു ഇന്റിമസിയിൽ വെളിപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ദൈവം അത് ഇടപെടുമ്പോൾ നമ്മൾ അതിനെ ഒബേ ചെയ്യുമ്പോൾ, സ്തോത്രം, ദൈവത്തിന് ഏറ്റവും
ഏറ്റവും പ്രസാദകരമായിട്ടുള്ള കാര്യമായി തീരും. സ്തോത്ര അതായത് പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളെ നേടിയെടുക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു മാധ്യമമായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. മറിച്ച് ദൈവമായിട്ടുള്ള ഇൻറ്റിമസിക്ക്. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, നാം ഏതൊരു വ്യക്തിയായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ അവിടെ ഇൻറ്റിമസി കുറയുന്നതായിട്ട് നമുക്കറിയാം. അതേസമയം ഹൃദയത്തെ നമുക്ക് സ്നേഹവും താല്പര്യവും ഉള്ളപ്പോൾ സ്തോത്രം നമ്മുടെ സംസാരം കൂടും അവിടെ, അല്ലേ? നമ്മൾ അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടും. സ്തോത്രം അവരോട് കൂടെ എപ്പോഴും ആയിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും. എന്ന് പറയുന്നത് പോലെ ദൈവവുമായിട്ട് അങ്ങനെയുള്ളൊരു ബന്ധത്തിലോട്ട് വരാൻ ഉള്ളൊരു ഇടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആൾട്ടർ എന്ന് പറയുന്നത്, പ്രെയർ ആൾട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ഇന്ന് നാം ചിന്തിച്ചതുപോലെ റീകൺസിലേഷന് സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ മടികൂടാതെ അതിന് നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കുക. കൺഫെഷന് സാധ്യതയുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് അവിടെ അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. സ്തോത്രം. അതിനുശേഷം മാത്രമേ നമ്മളുടെ യാഗത്തെ അല്ലെങ്കിൽ യാഗപീഠത്തെ ദൈവത്തിന് സമർപ്പിക്കാൻ തക്ക നമ്മൾ ഇടയായി തീരത്തുള്ളൂ. അങ്ങനെയുള്ള യാഗപീഠങ്ങളിൽ നോഹയുടെ യാഗപീഠത്തെ പ്രസാദിച്ചതുപോലെ, ദൈവത്തിന്റെ സൗരഭ്യവാസന അയച്ചതുപോലെ സ്തോത്രം താമസിയാതെയുള്ള മറുപടികളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിൽ നൽകി തരിക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള മറുപടികൾ അധികമായി നമ്മുടെ ലൈഫിൽ നേടുവാൻ തക്കവണ്ണം ബുദ്ധിയുള്ള യാഗങ്ങളായി, ബുദ്ധിയുള്ള ആരാധനയാണ് എന്ന് ബൈബിൾ പറയുന്നത്. റോമർക്ക് ലേഖനത്തിൽ പറയുന്നത് 12 ബുദ്ധിയുള്ള ആരാധന. സ്തോത്രം. എങ്ങനെ ബുദ്ധിയുള്ള ആരാധനയാകുന്നത്? സ്തോത്രം. ഇപ്രകാരം ദൈവവചനത്താൽ അലൈൻ ചെയ്ത് നമ്മുടെ ശരീരത്തെ, മനസ്സുകളെ ദൈവസന്നിധി കൊടുക്കുമ്പോൾ സ്തോത്രം നാം ബുദ്ധിയുള്ള വർഷിപ്പേഴ്സ് ആയിട്ട് മാറുക, ബുദ്ധിയുള്ള ആരാധനയായിട്ട് മാറുക. സ്തോത്രം. നാം നമ്മെ തന്നെ ചതിക്കാതെ, ഡിസീവ് ചെയ്യാതെ സ്തോത്രം ദൈവസന്നിധി എല്ലാം കാണുന്ന കർത്താവിന് കരുക നമ്മെ തന്നെ കൊടുത്തുകൊണ്ട്, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനൊക്കെ വേണം. അപ്പോൾ തന്നെ സ്തോത്ര ദിവസങ്ങളിൽ ശക്തമായ ഒരു അടിസ്ഥാനമുള്ള യാഗപീഠങ്ങളെ പണിയുവാൻ തക്കോണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ പകൽക്കാലം കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ.